ഹലോ എവരി വൺ. ഇന്ന് പെരുന്നാളായിട്ട് എവിടെയെങ്കിലൊക്കെ പോകണമെന്നൊരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ ഓടി വന്നൊരു സ്ഥലമുണ്ട്, കവനിഞ്ചേരിയിലെ ഖുറാനിക് പാർക്ക്. അവൻ പറഞ്ഞു, പാർക്കിൽ ഇപ്പോൾ എന്തിരിക്കുന്നു? ഞാൻ പറഞ്ഞു, ഇത് വെറും ഒരു പാർക്കല്ല, അതെ, ഇവിടെ ഒരു ഗ്ലാസ് ഹൗസും കൂടിയുണ്ട്, പിന്നെ മിറാക്കിൾ കേവും. അവനിക്കാണെങ്കിൽ ഒരു ഐഡിയയും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗ്ലാസ് ഹൗസിൻ്റെ സമീപത്തെത്തി. പിന്നെ ഒരു കാര്യം, ഈ പാർക്കിലേക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ. കപ്പിൾസിനും ബാച്ചിലേഴ്സിനും ഇവിടെ അലൗഡാണ്. നാട്ടിലത്തെ പോലെ തന്നെ വളരെയധികം ഗ്രീനറി നിറഞ്ഞൊരു പാർക്ക് തന്നെയായിരുന്നു ഇത്. ഗ്ലാസ് ഹൗസിലേക്കും മിറാക്കിൾ കേവിലേക്കും കയറണമെങ്കിൽ പെർ പേഴ്സണിന് 5 dirhams പേയ്മെൻറ്റ് എന്തായാലും ചെയ്യേണ്ടി വരും. ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ പ്രാചീന കാലത്തെ ഔഷധ ചെടികളും ഖുർആനിൽ റെഫർ ചെയ്തേക്കുന്ന ചെടികളും ഒക്കെയാണ് അവിടെയുള്ളത്. ഖുർആനിൽ പറഞ്ഞേക്കുന്ന പാമും വാട്ടർമെലനും അങ്ങനെ പല പല ചെടികളും ഇവിടെ കൃഷി ചെയ്യുന്ന രീതിയിലായിരുന്നു. എങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ കയറണമെങ്കിൽ ഗ്ലാസ് കേവിലേക്കാണെങ്കിലും ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വരും. ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്കിതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നവരിൽ മോസ്റ്റ്ലി യൂറോപ്യൻസും പിന്നെ മലയാളീസും ഒക്കെ ആയിരുന്നു. വലിയ പാർക്കായതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കാനുമുണ്ട്. ഞങ്ങൾ പിന്നെ നേരെ മിറാക്കിൾ ഓഫ് കേവ് അവിടത്തേക്ക് പോകാൻ നോക്കി. ഒരുപാട് നടക്കാനും ഉണ്ടായിരുന്നു കേവിലേക്ക്. കേവിൻ്റേത് പറയുകയാണെങ്കിൽ ഇത് വെറും ആർട്ടിഫിഷ്യലായിട്ടുള്ള കേവാണ്. എന്നാലും ഇതിൻ്റെ അകത്തേക്ക് കയറുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഫസ്റ്റ് 5 dirhams ടിക്കറ്റും കൊടുക്കണം, ഒരുപാട് ക്യൂ നിൽക്കണം. പക്ഷേ ഇതിലേക്ക് കയറുന്നവർ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടേ കയറാവൂ. കാരണം ഈ കേവിൻ്റെ അകത്ത് ജസ്റ്റ് പ്രോഫിറ്റ്സിൻ്റെ കഥകളും അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഹിഡൻ സ്പോട്ട് ഉണ്ടെങ്കിൽ കൈൻഡ്ലി DM us.